ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന സാധനം എന്താണെന്ന് ചിലപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് വെള്ളുകപ്പയാണ് കേട്ടോ. നമ്മുടെ പച്ചക്കപ്പ കൊത്തി വെയിലത്തിട്ട് ഉണക്കിയെടുത്താണ്. ഇത് രണ്ട് ടൈപ്പുണ്ട്, വെള്ളുകപ്പയുണ്ട് വാട്ടുകപ്പയുണ്ട്. വാട്ടുകപ്പ എന്ന് പറയുമ്പം പച്ചക്കപ്പ കൊത്തിയിട്ട് വേവിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി അങ്ങനെ എന്തോ പരിപാടിയാണ്. പക്ഷേ ഇത് വെള്ളുകപ്പയാണ്. അപ്പോൾ ഇത് വേവിക്കാൻ പോവാണ്. അതിന് ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഇത് തലേദിവസം രാത്രിയിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട് കേട്ടോ. അത് വോയിസ് കൊടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാനത് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ അത് എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വേകുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇത് തിളച്ച് വന്നു. എല്ലാം പെട്ടെന്നാണ് ഞാൻ കാണിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തിളച്ച് വന്ന ശേഷം ഉപ്പിട്ട് കൊടുക്കണം. ഇതുവരെ വേവൊന്നും ആയിട്ടില്ല. എന്തായാലും അതിന് വേണ്ടിയുള്ള അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ, ചെറിയുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ ഒരു തോരൻ വെക്കുമ്പോൾ എന്തൊക്കെ വേണം അതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇത്തിരി ഏറെ എടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. വീട്ടിലായിരുന്നെങ്കിൽ കല്ലിൽ ചതച്ചെടുത്തേനെ, അരകല്ലിലൊക്കെ ഇട്ട് ചതച്ചെടുത്തേനെ. അത് പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ അരകല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മിക്സിയിലൊന്നിട്ട് ചതച്ചെടുക്കണം. ജലദോഷമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചതച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു അരപ്പ്, നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ എന്തായെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. അപ്പോൾ നമ്മുടെ കപ്പ ഉണ്ടല്ലോ, അത്യാവശ്യം വെന്തു എന്ന് പറയാം. പക്ഷേ കുഴച്ച് വേവിക്കേണ്ട പരുവത്തിൽ വന്നിട്ടില്ല. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വിചാരിച്ചിരുന്നത്. ഇത് ചെറിയൊരു ഫ്ലോപ്പായി പോയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കപ്പ നന്നായിട്ട് വെന്ത് കുഴയണമായിരുന്നു. പക്ഷേ ഇത് വെന്ത് കുഴഞ്ഞിട്ടില്ല. നല്ല കല്ല് പോലെ തന്നെ കിടപ്പുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇനി ഇതുപോലെ അവസാനം വന്നിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തോരൻ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചക്കപ്പയൊക്കെ തോരൻ പോലെ കൊത്തി അരിഞ്ഞ് വേവിക്കും, അതുപോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയല്ലായിരുന്നു, അതായത് കുഴഞ്ഞ് വരണമായിരുന്നു. ഇത് ഞാൻ വെള്ളത്തിലിട്ടതിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വീട്ടിലുണ്ടാക്കിയ വെള്ളുകപ്പയാണ്. അമ്മ പറഞ്ഞു ഇത് ഒത്തിരി നേരമൊന്നും വെള്ളത്തിലിടണ്ടായിരുന്നു. ഞാൻ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചു. എന്തായാലും പോട്ടെ. നമുക്കിതിന് കോമ്പിനേഷനായിട്ട് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതേ സോനു മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം രാത്രിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിൽ തലഭാഗം ഞാൻ മാറ്റി വെച്ചിട്ട് ആ വാല് ഭാഗം മാത്രം ഫ്രൈ ചെയ്യാൻ പോവാണ്. തലയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കപ്പയ്ക്കൊരു കോമ്പിനേഷൻ. അപ്പം ഞാൻ ഈ തലഭാഗം തേങ്ങ അരച്ച് കറി വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഒരു ബോക്സിലാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അത് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. വാഷ് ചെയ്യാതെ വെക്കണം, അതുപോലെ തന്നെ വെക്കണം. അപ്പം ഒരു ഫ്രഷ്നെസ്സോടെ അങ്ങനെ ഇരുന്നോളൂ. കഴുകി വെക്കാൻ പാടില്ല കേട്ടോ. ചിക്കനായാലും ഫിഷായാലും കഴുകാതെ വാഷ് ചെയ്യാതെ അങ്ങനെ എടുത്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. വാല് ഭാഗം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ. അന്ന് നല്ലൊരു ഫിഷ് ഫ്രൈ ഒക്കെ വെച്ചിരുന്നു. ഇത് ഈസ്റ്റർ ദിവസമാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന ഈസ്റ്റർ ദിവസമാണ്. ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണ് ഫിഷ് വാങ്ങുന്നത്. അപ്പം ഞാനൊരു ഫിഷ് കറി വെക്കാൻ പോകണം. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തിരക്കൊക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി, ഇഞ്ചി, പിന്നെ 3 നാടൻ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, തിരിയ മുളക് പൊടിയാണ് ഇടുന്നത്. എരിവിനനുസരിച്ചിടാം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഇത് സ്പൂണ് വെച്ചിട്ടൊന്നും ഇളക്കിയാൽ ശരിയാവില്ല. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് പച്ച തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈസ്റ്ററിൻ്റെ തലേ ദിവസം എടുത്ത് വെച്ചിരുന്ന ഫിഷ് കഴുകി വൃത്തിയാക്കി ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം സെറ്റാണ്. ഇനി നമുക്കിതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് പച്ച തേങ്ങയാണ്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരും എന്നൊന്നുമില്ല. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിൽ എക്സ്ട്രാ വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ്. ഒരു തനി നാടൻ പച്ച തേങ്ങ അരച്ച് വെച്ചൊരു തനി നാടൻ മീൻ കറി.
എന്താ പറയുക, ഇനി ഇത് തിളച്ച് വന്നിട്ടുള്ളൂ. ഫിഷ് ഒന്ന് വെന്ത് വരണം, വേകാനുള്ള പാകമായിട്ടില്ല. അപ്പോൾ അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ തിള വന്നതേ ഉള്ളൂ. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് കാണാം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞു, കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല നാടൻ മീൻകറിയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയും പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിത് പച്ച വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാൻ പോകുന്നില്ല, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല, ഇങ്ങനെ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം കറി ഇവിടെ സെറ്റായി, അടിപൊളി ഒരു നാടൻ കറി. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീട്ടിൽ അമ്മമാരൊക്കെ കാണും, തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒന്നും വേണ്ട, നമുക്ക് വഴട്ടുവോ താളിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട, എന്നാലും ടേസ്റ്റ് വൈസ് അടിപൊളിയുമാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ഇതുപോലൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം കാണാത്തവർക്കായിട്ട് ഇതൊരു വീഡിയോ വളരെ യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ബൈ, ടാറ്റാ, ടേക്ക് കെയർ.